ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലാണുള്ളത്. വൈക്കത്താണ് എൻ്റെ വീട്. അപ്പോൾ സ്വാതിക്ക് ഈ തേനീച്ച കൃഷിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് വർഷം മുന്നേ എനിക്കും ഒരു ബോക്സ് ചെറുതേനീച്ച കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചെറിയ രീതിയിൽ അതിനെ വളർത്തിയൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1.5 years ആയി നമ്മളതൊന്ന് തുറന്നു നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെറുതേനീച്ച കോളനി തുറന്നു നോക്കാനായിട്ട് പോവാണ്. അന്ന് ഒരു പെട്ടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനത് ഡിവിഷൻ ചെയ്ത് 2 ബോക്സ് ആക്കി. 2 ബോക്സിലും ഇപ്പോൾ തേനീച്ചയുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, തേനുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ കൂട് ഫുൾ അവർ നല്ല മെഴുക് ഉപയോഗിച്ച് അവരുടെ പശ ഉപയോഗിച്ച് നന്നായിട്ട് സീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തുറക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അവരുടെ കൂടിനെ ഡിസ്റ്റർബ് ചെയ്തതുകൊണ്ട് അവർ പറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വാതി പ്രൊട്ടക്ഷനായിട്ട് ബി വെയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഹണി ഉണ്ടല്ലേ. ഇത് ഞാൻ പഠിക്കുന്ന ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത് കൊണ്ട് ഇതുപോലത്തെ ഒരു ഫിലിം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കാണാനായിട്ട്. പക്ഷേ അതിലൊക്കെ ഫുൾ അവർ പശ ഒട്ടിച്ചു. അപ്പോൾ 2 ഇതിലായിട്ടാണ് അവരിങ്ങനെ വെച്ചേക്കുന്നത്. ഈ ഒരു ബോക്സിൽ അവരുടെ മുട്ടയും കാര്യങ്ങളും. ഇതൊന്ന് തുറന്നേ സ്വാതി. ഇതിൽ ഫുള്ള് തേനും പൂമ്പൊടിയാണ്. യെല്ലോ കളറിൽ ഇത് പൂമ്പൊടിയാണ് ഈ കാണുന്നത്. ബാക്കി ഫുള്ള് തേനാണ്. അത്യാവശ്യം നല്ലപോലെ തേനുണ്ട് അല്ലേ. എന്നെ നന്നായിട്ട് ഇറുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലൊക്കെ കണ്ടോ ഇറുക്കുന്നുണ്ട്. ഇത് നമ്മളെ കടിക്കില്ല, ചെറുതേനീച്ച ആയതുകൊണ്ട് നമ്മളെ കടിക്കില്ല. പക്ഷെ അവർ ജസ്റ്റ് ഇങ്ങനെ ഇക്കിളി എടുപ്പിക്കത്തേ ഉള്ളൂ. അപ്പോൾ സ്വാതി ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുട്ടയൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കുവാണ്. ക്യൂൻസൽ ഉണ്ടോ നോക്കുക. അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ട് ഈ കൂടിന്. ഗ്രോത്ത് ഉണ്ടോ? അപ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും. ഒരു കാലിപ്പട്ടിയും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മുട്ടയെടുത്ത് നമ്മൾ വേറൊരു കൂട്ടിലേക്ക് വെക്കാനാണ് നോക്കുന്നത്. പക്ഷെ അതിനൊരു ക്യൂൻസൽ എക്സ്ട്രാ ഉണ്ടെങ്കിലേ നമുക്കത് പറ്റുള്ളൂ. അതുപോലെ ഈ കൂട്ടിലെ ക്യൂവിനെ ഐഡന്റിഫൈ ചെയ്യുകയും വേണം. ക്യൂവിനെ കണ്ടോ? ഇത് വിരിഞ്ഞിറങ്ങിപ്പോയ സെല്ലുകളാണ്. അതിനകത്ത് ഒന്നുമില്ല. ഇത് ഫുള്ള് മെഴുകാണ് കേട്ടോ. ഇവരുടെ മുട്ടയിടാനുള്ള ഒരു കപ്പൊക്കെ ഫുള്ള് മെഴുകാണ്. ബി വാക്സ് പ്രൊപ്പല്ലസ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഞാനിവിടെ തേനീച്ചയ്ക്ക് നല്ല ഗ്രോത്ത് കിട്ടുന്ന, അതായത് ഇഷ്ടംപോലെ പൂമ്പൊടിയും തേനും കിട്ടുന്ന ഡോംബിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെടി ഞാനിവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇഷ്ടംപോലെ പൂക്കളും ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്രയും ഒരു എമൗണ്ട് ഓഫ് പൂമ്പൊടിയും തേനും ഇതിൽ കാണുന്നത്. കാര്യം ഞാനൊരു 2-3 പ്രാവശ്യം ഇതിൽ നിന്ന് തേൻ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോഴൊന്നും ഇത്രയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഇത്രയും കാണുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അതുപോലെ നമ്മളിവിടെ ആൻറ്റിഗണും നട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ വൻതേനീച്ചയാണ് കൂടുതലായിട്ട് വരിക. അപ്പോൾ നമുക്കിത് ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. ഇതിൽ ക്യൂൻസെൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തേൻ എടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ തേൻ എക്സ്ട്രാക്ട് ചെയ്യാണ്. ഇത് ഫുള്ള് നമ്മൾ എടുക്കില്ല കേട്ടോ. ചെറുതേനീച്ചയ്ക്ക് അവർക്ക് കഴിക്കാനുള്ളതും കൂടെ നമ്മൾ ഇതിൽ കുറച്ച് വെച്ചിട്ട് ബാക്കിയേ നമ്മൾ എടുക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുന്നത് തേനാണ്. അതിൻ്റെ മുകളിലായിട്ട് യെല്ലോ കളറിൽ കാണുന്നത് പൂമ്പൊടിയാണ്, അതായത് പോളൻ. ഇത് ആർക്കും വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവർക്ക് ആവശ്യമുള്ള ഇത് കൂട്ട് ചെടികൾ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ ഇഷ്ടം പോലെ നമുക്ക് തേന് കിട്ടും.
നമ്മളപ്പോൾ ഒരു ഭാഗത്തെ തേനിങ്ങെടുത്തു. എന്നിട്ട് നമ്മൾ അത് മാക്സിമം വൃത്തിയാക്കി എടുക്കണം, അല്ലെങ്കിൽ ഉറുമ്പ് വരും ഈ തേനിൻ്റെ മണം അറിഞ്ഞിട്ട്. ഇത് ഇവരിങ്ങനെ സീൽ ചെയ്ത് വെക്കുമ്പോൾ അത്ര പ്രശ്നമില്ല. നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇനി അതൊരു തുണി വെച്ച് തുടച്ചു കൊടുക്കുകയും കൂടെ ചെയ്യണം. ഇപ്പൊ സ്വാതി ഇതാ എനിക്കൊരു പീസ് പൂമ്പൊടി മുറിച്ച് തരാണ്. നമ്മൾ പൂമ്പൊടി എടുക്കുന്നില്ല. ഓക്കെ, ആദ്യം എനിക്ക് തേനാണ് തരുന്നത്. അതെ, അമ്മ ഇവിടെ വന്ന് നോക്കുന്നുണ്ട്, തേൻ കണ്ട് ഞെട്ടി നിൽക്കുവാണ്. ഞാൻ കുറെ കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ വളർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. മെഴുക് കഴിക്കാൻ പാടില്ല, അത് നമ്മൾ തുപ്പിക്കളയണം കേട്ടോ. ഇപ്പൊ ഞാൻ ഈ പൂമ്പൊടി ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അതിങ്ങനെ ഹാർഡായിട്ടായിരിക്കും ഇരിക്കുക. അതും അടിപൊളിയാണ്. പൂമ്പൊടി പക്ഷെ നമ്മൾ എടുക്കുന്നില്ല, തേനീച്ചയ്ക്ക് തന്നെ വെക്കാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ തേൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരു പീസും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ തേൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കൂട്ട് നന്നായിട്ട് ഒരു തുണി വെച്ച് തുടച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉറുമ്പ് വരും. അപ്പോൾ നമ്മൾ കണ്ടോ, ഇത്രയും ഭാഗത്തെ തേൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി പൂമ്പൊടിയും തേനും അവർക്ക് തന്നെ വെച്ചേക്കുവാണ്, ഈ വർഷത്തേക്ക് അവർക്ക് ഫുഡായിട്ട് യൂസ് ചെയ്യാനായിട്ട്. വൻതേനീച്ചയ്ക്ക് നമ്മൾ പഞ്ചസാര ഫീഡിംഗ് ആയിട്ട് കൊടുക്കും. പക്ഷേ ചെറുതേനീച്ചയ്ക്ക് കുറച്ച് തേനും പൂമ്പൊടിയും അതിലുണ്ടാവണം, അല്ലെങ്കിൽ അവർ കൂടെ ഉപേക്ഷിച്ചു പോകുന്നല്ല, അത് നശിച്ചു പോകും. ഇടയ്ക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പെട്ടി തുറന്നു നോക്കുകയാണ്. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോക്സ് ആണ്. ആദ്യം നമ്മൾ തുറന്നു നോക്കിയ ബോക്സ് 2 പാർട്ടായിട്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാനും ഈസിയാണ്. കാര്യം തേനീച്ച അതിൻ്റെ ഒരു സൈഡിൽ അവരുടെ മുട്ടയും മറ്റേ സൈഡിലായിരിക്കും പൂമ്പൊടിയും തേനും വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു എന്താ പറയുക, ഒരു പാത്രം കൂട്ട്, നമ്മളൊരു പാത്രം അടപ്പ് വെച്ച് അടച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ഇതുള്ളത്. അപ്പോൾ ഈ പെട്ടിയും തുറക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഒരു 1.5 വർഷമായി നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട്. പിന്നെ തേനീച്ച വാക്സ് വെച്ച് ഫുള്ളായിട്ട് ഈ പറയുന്ന ലിഡ് അടപ്പ് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ കൂടിനും അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ പൂമ്പൊടിയും തേനും മുട്ടയും എല്ലാം ഇതിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ സ്വാതി ആദ്യം തന്നെ കൂടൊന്ന് എക്സാമിൻ ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ റാണീനെ കാണാൻ പറ്റുമോ എന്നാണ് നോക്കിയത്. പക്ഷേ ഈ കൂടിൽ നമുക്ക് റാണീനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഈ മുട്ടയുടെയൊക്കെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും. അത് ചിലപ്പോൾ ഈ നമ്മളിങ്ങനെ പെട്ടി അനക്കമൊക്കെ ചെയ്യുമ്പോൾ അവർ പേടിച്ചിട്ട് ഉള്ളിലോട്ട് പോയിട്ട് പിന്നെ പുറത്തേക്ക് വരില്ല. പക്ഷെ മിക്കപ്പോഴും നമുക്ക് റാണിയെ കാണാൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് ഇത്രയും തേൻ ഫസ്റ്റ് പെട്ടിയിൽ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ സ്വാധീൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു, ഇതൊക്കെ എന്താ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അത് ഒരു ഈർക്കിലെടുത്തിട്ടാണ് നമ്മളിങ്ങനെ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുട്ട നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സ്വാതിക്ക് പെട്ടെന്നൊരു റാണിസെല്ല് അതിൽ ഈ കൂടിൽ നമ്മൾ കണ്ടോ ഉള്ളതിൽ കുറച്ച് വലിപ്പ കൂടുതലുള്ളൊരു മുട്ട, അതായിരിക്കും റാണിസെൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിവിഷൻ ചെയ്യാനായിട്ട് ആദ്യം കുറച്ച് മുട്ട നമ്മൾ ഇളക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ഒരു തൂണ് കൂട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് അവർ മുട്ട വെക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഈർക്കിൽ കൊണ്ട് അത് നമ്മൾ ഇളക്കിയെടുക്കുകയാണ്, മുട്ടയ്ക്ക് ഡാമേജ് ഒന്നും വരാതെ. പിന്നെ റാണിസെല്ല് ഞാൻ കാണിച്ചില്ലേ നേരത്തെ, ഒരു വലിയ മുട്ട, അതും കൂടെ ഉള്ളത് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഇത് ഭയങ്കര സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോഴേ നമുക്ക് പ്രാക്ടീസ് കിട്ടും. ഒരു കാലിപ്പെട്ടി ഇവിടെ ഉണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് മുട്ടയാണ് വെക്കുന്നത്. അച്ഛനും അമ്മയും ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും തേൻ കണ്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കുകയാണ്. തേനീച്ച ചത്തൊക്കെ പോകും. ഡാമേജ് ഒന്നും വരാതെ പയ്യെ ഇവിടെ വെച്ച് കൊടുക്കുക. ഇതിലാ ക്യൂൻസെൽ ഉണ്ട്.
നമ്മൾ ചിലപ്പോ ബാക്കി സെൽസിന് ഡാമേജ് വന്നാലും ഇത് ഈ ക്യൂൻ സെൽ ഡാമേജ് വരാൻ പാടില്ല. കാര്യം ക്യൂൻ ഉണ്ടാവണം കൂട്ടില്. അപ്പം നമ്മൾ ഈ പില്ലേഴ്സ് കട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് എടുത്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വലിക്കും ആ കപ്പ് തുറന്നു പോകും, പിന്നെ അത് തീർന്നു. തേൻ ഇവരുടെ കൂടെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി വെച്ചു കൊടുത്തൊരു ഫിലിമായിരുന്നു, പക്ഷെ അത് ഫുൾ അവര് വാക്സ് ഒട്ടിച്ചു, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഈ കൂട്ടിൽ നിന്ന് തേൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം തേനും മുട്ടയും എല്ലാം കൂടെ ഒരു ഇതിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഒരു ചേമ്പറേ ഉള്ളൂ ഇതിന്. മറ്റതിൽ 2 പാർട്ടായിട്ടായിരുന്നുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റി. ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടെ മുട്ട വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ ഈ ഡാർക്ക് കളർ കാണുന്നത് കുറച്ചും കൂടെ പുതിയ മുട്ടയാണ്. അതുപോലെ ഈ ലൈറ്റ് യെല്ലോ കളർ കാണുന്നത് വിരിയാറായിരിക്കുന്ന മുട്ടയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 2 ടൈപ്പ് മുട്ടയും ഈ പുതിയതായിട്ട് ഡിവിഷൻ ചെയ്ത് കൊടുക്കുന്ന കൂട്ടിൽ വെക്കണം. പിന്നെ അവർക്ക് ആവശ്യത്തിന് കുറച്ച് പൂമ്പൊടിയും തേനും കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്താൽ മതി. അപ്പം അത്രയേ ഉള്ളൂ ഒരു പുതിയൊരു കൂട്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. മെയിനായിട്ട് റാണിസെൽ ഉണ്ടായിരിക്കണം, കുറച്ച് പുതിയ മുട്ട, കുറച്ച് പഴയ മുട്ട, അതുപോലെ പൂമ്പൊടിയും തേനും. പിന്നെ ആ കൂട് ആക്റ്റീവായി വന്നോളും. നമ്മൾ ഈ 2 കൂട് നോക്കിയിട്ട് നമുക്ക് റാണിയെ കാണാൻ കിട്ടിയില്ല. പക്ഷേ എപ്പോഴും കൂട് ഡിവിഷൻ ചെയ്യുമ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാർ എന്താണേലും റാണിയെ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. അല്ലെങ്കിൽ പഴയ കൂട്ടിലെ റാണി മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂട് നഷ്ടപ്പെടും. ഇപ്പം നമ്മൾ കുറച്ച് പൂമ്പൊടിയും കൂടെ വെച്ച് കൊടുത്തു. പൂമ്പൊടി കുറച്ച് തേനും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ വെട്ടി ഈ പുതിയ വെട്ടി, അതായത് നമ്മൾ ഡിവിഷൻ ചെയ്ത് വെച്ചിരുന്ന പെട്ടി വെച്ചിരുന്ന സ്ഥലത്താണ് ഇരുന്നത്. അപ്പോൾ കുറേ ഈച്ച പോയിട്ടുണ്ട്. ആ ഈച്ചയെല്ലാം ഈ പുതിയ കൂട്ടി വന്ന് കയറാനായിട്ട് നമ്മൾ പഴയ വെട്ടി വെച്ചിരുന്ന സ്ഥലത്ത് ഈ പുതിയ വെട്ടിയും അതുപോലെ പഴയ വെട്ടി നമ്മൾ വേറൊരു സ്ഥലത്തും കൊണ്ട് വെക്കുകയാണ്. കാര്യം അതിൽ ഓൾറെഡി ഗ്രോത്ത് ഉള്ളത് കൊണ്ട് അത് പിന്നെ പെട്ടെന്ന് ഗ്രോ ആയി വന്നോളും. പുറത്തു പോയിരിക്കുന്ന ഈച്ച പിന്നെ വന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ പതിയെ റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ ഡിവിഷൻ എല്ലാം കഴിഞ്ഞ് പെട്ടി തിരിച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു നല്ല ടർപ്പോളയോ അല്ലെങ്കിൽ ചാക്കോ എന്തെങ്കിലും ഇട്ട് നന്നായിട്ട് ഈ കൂട് കെട്ടുവാണ്. കാര്യം മഴ നനയാൻ പാടില്ല. മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഈച്ച കൂട് ഉപേക്ഷിച്ച് പോകും. അപ്പോൾ ഈ പുറത്ത് പോയ ഈച്ചയൊക്കെ കണ്ടോ അകത്തോട്ട് കയറുവാണ്. പിന്നെ നമ്മൾ ഈ പുതിയ കൂടിൻ്റെ എൻട്രൻസിൽ കുറച്ച് പഴയ കൂട്ടിൽ നിന്ന് ബി വാക്സിൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈച്ച അകത്തോട്ട് കയറാൻ വേണ്ടിയാണ്. നമ്മൾ തേനീച്ചയുടെ പെട്ടി മൂടാനായിട്ടാണ് ഈ ചാക്ക് ജസ്റ്റ് ഇങ്ങനെ കീറിയെടുക്കുന്നത്. അവർ എൻട്രൻസ് മൂടി പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്യാൻ പോവാണ്. ഇതുപോലെ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത് ഈ പെട്ടിയുടെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തേക്കുവാണ് എൻട്രൻസ് കവർ ആവാതെ ഫുള്ളായിട്ട് മൂടാനായിട്ട്. അതുപോലെ ഇങ്ങനെ ഒരു കപ്പ് ഉണ്ടാവും നമ്മൾ ഈ തേനീച്ചപ്പെട്ടി വെക്കുന്ന സ്റ്റാൻഡിൽ. അതിൽ കരിയോയിലോ അല്ലെങ്കിൽ വേപ്പെണ്ണയോ ഉപ്പും എണ്ണയും കൂടെ മിക്സ് ചെയ്തോ എന്തെങ്കിലും നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഉറുമ്പ് കയറും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. കാര്യം എന്തായാലും നമ്മൾ തേൻ എടുത്തല്ലോ. അപ്പം ഉറുമ്പ് കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച ഫുള്ള് കൂട് ഉപേക്ഷിച്ച് പോകും. അപ്പം അത് ഉറപ്പായിട്ടും നമ്മൾ ചെയ്യണം. തേനീച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പൂമ്പൊടിയും തേനും കിട്ടുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ചെടികൾ ഞാൻ പണ്ടിവിടെ നട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണമാണിത്, ബ്രൈഡൽ ബൊക്കെ. ഇതിൻ്റെ യെല്ലോ കളറാണിത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ ഈച്ച കാണാത്തത്. അല്ലെങ്കിൽ ഇതിൽ ഫുൾ ഈച്ച ഉണ്ടാവും. അവർ രാവിലെയാണ് ഈച്ചകൾ തേനും പൂമ്പൊടി എടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഓൾറെഡി എടുത്ത് പോയിട്ടുണ്ടാവും. ഇതിൻ്റെ വൈറ്റ് കളറും ഉണ്ടായിരുന്നു, പക്ഷെ അത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഡോംബിയ എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇപ്പം ഇതിൽ ഇപ്പം പൂവില്ല, പൂവിൻ്റെ സീസൺ കഴിഞ്ഞു. ഇതിൽ പൂവുണ്ടായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തേനീച്ചയാണ്. ഇത് ഒരെണ്ണം മാത്രമല്ല, ഒരെണ്ണം കൂടെ ഞാനിവിടെ നട്ടിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു മരം പോലെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിലും ചെറുതേനീച്ചയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. ഡോംബിയ എന്നാണ് ഇതിൻ്റെ പേര്.
ഇതുപോലെ തുളസിയിൽ നിന്നൊക്കെ തേൻ എടുക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി ഓഫ് 10 മണി ചെടികൾ, ഇതൊക്കെ അമ്മ നട്ടിട്ടുള്ളതാണ്. ഒരുപാട് വെറൈറ്റി നമുക്കിവിടെ ഉണ്ട്. ഇതിലൊക്കെ ഫുള്ള് ചെറുതേനീച്ചയാണ് രാവിലെ നമ്മൾ നോക്കുമ്പോൾ. ഇവിടെ ഈ ഒരു സൈഡിലും കുറേ 10 മണി ചെടിയുണ്ട്. കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. അവിടെ കാണുന്ന ഈ സംഭവമാണ്, ഈ തൂങ്ങിക്കിടക്കുന്ന ഈ റോസ് കളറാണ് ആൻറ്റിഗൺ. പക്ഷെ അത് വൻതേനീച്ചയ്ക്കാണ് കൂടുതൽ ഇഷ്ടം. അതിൽ ചെറുതേനീച്ച അങ്ങനെ പോവില്ല. അപ്പോൾ നമ്മൾ ഇന്ന് 2 ചെറുതേനീച്ചപ്പെട്ടി തുറന്നു നോക്കി. അതിൽ നിന്ന് നമ്മൾ തേൻ എടുത്തു. അപ്പോൾ നമുക്കിന്ന് ഇത്രയും ഒരു തേനാണ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ അവരുടെ വാക്സും കൂടെ ചേർത്തിട്ടാണ്. ഇതിനിപ്പോൾ നമ്മളൊരു അരിപ്പയിൽ ഒഴിച്ചിട്ട് ചെറു വെയിൽ കൊള്ളിക്കണം. അപ്പോഴാണ് ഇത് തേൻ മാത്രമായിട്ട് നമുക്ക് കിട്ടുക. അതുപോലെ നമ്മൾ ഒരു കാലിപ്പെട്ടി ഉണ്ടായിരുന്നതിൽ കുറച്ച് തേനീച്ചയുടെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് അതിൽ നിന്നും തേൻ കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അൺടിൽ ദെൻ ബൈ. അപ്പോൾ ഇതാ നമ്മൾ തേൻ എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് ഊറി വന്നു കഴിയുമ്പോൾ ചെറുതായിട്ട് ഇളം വെയിൽ കൊള്ളിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഫുൾ തേന് നമുക്ക് കിട്ടും. ബാക്കി മിച്ചം വരുന്ന അത് ബി വാക്സ് ആണ്. അത് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യോ? ചെറുതേനീച്ചയുടെ അങ്ങനെ പ്രത്യേകിച്ച് ഓക്കെ, ഇതിപ്പോ വാല്യൂ ഉള്ളതാണ് ചെറുതേനീച്ചയുടെ ബി വാക്സിനും. ഇപ്പൊ തന്നെ നമുക്ക് കാണാം തേനിങ്ങനെ വരുന്നുണ്ട്.